അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഫ്രഷായി ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഹാളിലേക്ക് വെച്ച് പിടിച്ചു. ഒത്തിരി ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഏതെടുക്കണമെന്ന കൺഫ്യൂഷനിൽ എന്തൊക്കെയോ കഴിച്ച് നേരെ ടാക്സിയിൽ കയറി പട്ടായയിൽ തന്നെയുള്ള ടൈഗർ പാർക്കിലേക്ക്. ഇവിടെ നമുക്ക് ടൈഗറിനെ തൊടാനും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കടുവകളൊക്കെ മരുന്ന് കുത്തിവെച്ച് പാതി ഉറക്കത്തിലായിരിക്കും. അല്ലായിരുന്നെങ്കിലേ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമ്മളുണ്ടാകത്തില്ല. ഇവൻ്റെ കൂടെയാണ് ഞാൻ പടം എടുക്കാൻ പോകുന്നത്. പുറമേ നല്ല ധൈര്യവും ഉള്ളിൽ വിറയലും. എന്തായാലും വാലിൽ തന്നെ പിടിച്ച് ഒരു ക്ലിക്ക് അങ്ങ് എടുത്തു. പിന്നെ നേരെ പോയൊരു ജ്യൂസ് കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ടാക്സിയിൽ കയറി പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. ഇത് വേറൊരു ലോകം തന്നെയാട്ടോ. ഒരു മാർക്കറ്റ് ഫുള്ള് വെള്ളത്തിന് മുകളിൽ തടിയൊക്കെ വെച്ച് സൂപ്പറായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഇവിടെയും ഒന്ന് തല വെച്ചു. ആൾക്കാരൊക്കെ ബോട്ടിലൊക്കെ കയറി കറങ്ങുന്നത് കാണാം. മൊത്തത്തിലൊരു അടിപൊളി വൈബ്. വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് കണ്ട് നടന്നപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പം പോലെയും വയണയിലപ്പം പോലെയും ഉള്ള ഐറ്റംസ് കണ്ടു. ഇത് പഴവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ഐറ്റം ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കളി മാറി. അതാ പുഴുവും വെട്ടിലും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നു. കൂട്ടത്തിന് നമ്മുടെ മുതലച്ചേട്ടൻ്റെ ഫ്രൈയും. പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പായി. പിന്നെയും കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഇവിടെ ഡ്രസ്സൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരു ചേട്ടൻ്റെ 3D പെയിൻറ്റിങ്സ് കണ്ടു. ഒരു രക്ഷയുമില്ല. ഇവരൊക്കെ എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നുണ്ട്. മുന്നിലേക്ക് ചെന്നപ്പോൾ അതിമനോഹരമായി തായ് ഭാഷയിൽ എന്തോ പാടുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി അടുത്ത ലൊക്കേഷനിലേക്ക്. ബാക്കി വിശേഷം അടുത്ത എപ്പിസോഡിൽ.